പവർ ടീമിന്റെ അനുവാദമില്ലാതെ ഫുഡ് കഴിച്ചു എന്നുള്ള കാരണത്താൽ പവർ ടീം ശ്രീധുവിന് ശിക്ഷ കൊടുക്കുന്ന പ്രമോ വന്നിട്ടുണ്ട്. ശ്രീധുവിന്റെ അടുത്ത് എന്തോ ഒരു കലിപ്പ് ശരണ്യക്ക് ഉള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അവിടെ ശ്രീധുവിന്റെ ക്യാപ്റ്റൻസി കഴിഞ്ഞിട്ട് ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് ചോദിച്ചിരുന്നു ശ്രീധുവിന്റെ ക്യാപ്റ്റൻസി എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത്. എല്ലാവരും വളരെ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. ലാലേട്ടന്റെ മുന്നിൽ വെച്ച് ആരും മോശമായിട്ടുള്ള അഭിപ്രായം ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അന്ന് രാത്രി ലൈവിലിരുന്നിട്ട് അപ്സരയും ശരണ്യയും ഇരുന്ന് അവിടെ ശ്രീധുവിന്റെ ക്യാപ്റ്റൻസിയെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. വളരെ മോശം ക്യാപ്റ്റൻസി ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു 60% മാർക്കാണ് അപ്സര കൊടുത്തത്. ഒരു 70% മാർക്ക് വേണമെങ്കിൽ ഞാനും കൊടുക്കാമെന്ന് ശരണ്യ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇന്നത്തെ എപ്പിസോഡിൽ അവിടെ പവർ ടീമിനോട് ചോദിക്കാതെ അവിടെ ശ്രീധു മുട്ടയെടുത്ത് കഴിച്ചു എന്നുള്ളതാണ് പരാതി. പവർ ടീം കഴിക്കാൻ പറയുന്നതിന് മുമ്പ് തന്നെ ശ്രീധു മുട്ടയെടുത്ത് കഴിച്ചു. അതിനുശേഷം നെക്സ്റ്റ് റൂമിലുള്ള എല്ലാവർക്കും മുട്ട കൊണ്ടുവന്ന് വായിൽ വെച്ച് കൊടുത്തു. അപ്പം എല്ലാവരും ഒരുപോലെ കഴിച്ചു എന്നാവാൻ വേണ്ടിയിട്ടാണ് ശ്രീധു അങ്ങനെ ചെയ്തത് എന്നാണ് ശരണ്യ അപ്സരയുടെ അടുത്തിരുന്ന് പറയുന്നത്. ഇതിന് എന്തായാലും ശിക്ഷ കൊടുക്കുമെന്നാണ് അപ്സരയുടെ അടുത്ത് വന്നിരുന്നിട്ട് ശരണ്യ പറയുന്നത്. വളരെ മോശം ക്യാപ്റ്റൻ ആയിരുന്നു അവിടെ ശ്രീധു എന്നും പവർ റൂമുമായി ഒരു ടൈപ്പിലല്ല അവിടെ ക്യാപ്റ്റനായ സമയത്ത് ശ്രീധു കളിച്ചതെന്നും പവർ റൂമിനെ ചെറുതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കളിയായിരുന്നു അവിടെ ശ്രീധു കളിച്ചത്. പക്ഷെ ഇപ്പോൾ റസ്മിൻ പവർ റൂമിനൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങൾക്കും പവർ റൂമിനൊപ്പം നിൽക്കുന്നുണ്ട്. അതുപോലെ ശ്രീധു നിന്നില്ല. ഇപ്പോൾ പവർ റൂമിന് എതിരായിട്ട് പവർ റൂം പറയുന്നതിന് മുമ്പ് ഭക്ഷണം എടുത്തു കഴിച്ചു. അതുകൊണ്ട് ശിക്ഷ കൊടുക്കും എന്നുള്ളതാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ ശരണ്യക്ക് എന്തോ ഒരു കലിപ്പോ അല്ലെങ്കിൽ ഇഷ്ടക്കേടോ അല്ലെങ്കിൽ അസൂയോ കുശുമ്പോ അങ്ങനെ എന്തോ ഒന്ന് ശ്രീധുവിന്റെ അടുത്തുണ്ടെന്ന് പലപ്പോഴായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്സരയ്ക്ക് ഓൾറെഡി ഉള്ള കൂട്ടത്തിലാണ്. അപ്സരയേക്കാൾ മുകളിൽ ആരെങ്കിലും നിൽക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്സരയ്ക്ക് ചെറിയൊരു അസൂയുള്ള കൂട്ടത്തിൽ തന്നെയാണ്. ഇപ്പൊ ശരണ്യയും അങ്ങനെയാണ്. ഇവർ രണ്ടുപേരുടെയും ഫ്രണ്ടാണ് ശ്രീധു. പക്ഷേ ഇപ്പൊ ആ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ അങ്ങ് കളഞ്ഞിരിക്കുകയാണ്. ശ്രീധുവിന്റെ അടുത്ത് എന്തോ രണ്ടുപേർക്കും ഒരു ഇഷ്ടക്കേട് ഉള്ളതായിട്ട് പലപ്പോഴായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശ്രീധുവിന് ശിക്ഷ കൊടുക്കണം എന്നുള്ളത് ഇവിടെ ശരണ്യയുടെ വാശിയായിട്ടാണ് നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് തോന്നുന്നത്.